അടുത്തയാഴ്ച അസാധാരണമായ അടച്ചിടൽ നടപ്പാക്കാൻ ഓപ്പൺ എ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാഗസിനായ വയർഡ് റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം. മാസങ്ങളായി ആഴ്ചയിൽ 80 മണിക്കൂർ വീതം കഠിനമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഊർജ്ജം വീണ്ടെടുക്കാനുള്ള സമയം നൽകുന്നതിനാണ് അടച്ചിടലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഓപ്പൺ എ ജീവനക്കാരെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ മെറ്റയുടെ ഭാഗത്തു നിന്നുള്ള $100 മില്യൺ റിക്രൂട്ട്മെന്റ് ഓഫറുകൾക്കിടയിലാണ് അസാധാരണമായ ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. മെറ്റയുടെ ഭീഷണി നിലയ്ക്ക് മികച്ച പ്രതിഭകളെ നിലനിർത്താൻ ഓപ്പൺ എ കഠിന പരിശ്രമമാണ് നിലവിൽ നടത്തുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചാറ്റ്ജിപിടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓപ്പൺ എ കഠിനമായ ജോലി ഷെഡ്യൂളുകളാണ് പിന്തുടരുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് വികസിപ്പിക്കാനുള്ള ഓട്ടത്തിൽ എ ഭീമന്റെ ജീവനക്കാർ ആഴ്ചയിൽ 80 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അസാധാരണ അടച്ചിടൽ. ഈ സമയത്ത് എക്സിക്യൂട്ടീവുകൾ മാത്രമായിരിക്കും ജോലി ചെയ്യുക. അടച്ചിടൽ കാലയളവിൽ ഓപ്പൺ എ ജീവനക്കാരെ മെറ്റ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ചീഫ് റിസർച്ച് ഓഫീസർ മാർക്ക് ചെൻ മെമ്മോയിലൂടെ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് അടുത്തിടെ ഓപ്പൺ എയിൽ നിന്നുള്ള 7 ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തിരുന്നു. കമ്പനിയുടെ റീസണിംഗ് മോഡലുകളുടെ പിന്നിൽ പ്രവർത്തിച്ചവരടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതോടെ ഓപ്പൺ എ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ അംഗീകരിക്കാനും പാരിതോഷികം നൽകാനും തീരുമാനിച്ചിരുന്നു. ഓപ്പൺ എയിൽ നിന്നെത്തുന്ന പല ജീവനക്കാർക്കും മെറ്റ $100 മില്യൺ കൂടുതൽ സൈനിങ് ബോണസ് വാഗ്ദാനം ചെയ്തുവെന്ന് സിഇഒ സാം ആൾട്ട്മാൻ അടുത്തിടെ ആരോപിച്ചിരുന്നു. ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്നാണ് അടുത്തിടെ കമ്പനി വിട്ട പല ജീവനക്കാരും ആരോപിച്ചത്.